ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ട് കൊക്കയിൽ വീണു, കുളത്തിൽ വീണു, കുഴിയിൽ ചാടി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഇത് ആരുടെ കുഴപ്പമാണ്? ഗൂഗിൾ മാപ്പിൻ്റെ കുഴപ്പമാണോ? ഞാൻ പറയുന്നത് നമ്മുടെ കുഴപ്പമാണ് എന്നാണ്. കാരണം ഗൂഗിൾ മാപ്പിൽ ഇതിനായിട്ട് പ്രത്യേകമായിട്ട് സെറ്റിങ്സുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ ചാൻസുമുണ്ട്. എന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്, എന്നിട്ട് പിന്നെയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ അത് ഗൂഗിൾ മാപ്പിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ എവിടെയാണ് ആ സെറ്റിങ്സുകൾ ഉള്ളത്, എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതിന് പുറമെ ഗൂഗിൾ മാപ്പിൽ പുതിയ 2 ഫീച്ചറുകൾ കൂടി വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നും കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ സാധാരണ പോലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഓക്കെ, ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ തലശ്ശേരി എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഞാൻ തലശ്ശേരിയിലേക്കാണ് യാത്ര പുറപ്പെടുന്നത്. തലശ്ശേരി ഇവിടെ വന്നു കഴിഞ്ഞു. ഇവിടെ ഡയറക്ഷൻ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ തന്നെ നടുവിൽ ഒരു 3 ലൈൻസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാ ഈ ഭാഗത്ത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ അവോയ്ഡ് ഫെറീസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എനബിൾ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കുളത്തിലും കൊക്കയിലും ഒക്കെ പോയി ചെന്ന് ചാടുന്നത്. ഓക്കെ, അത് നിർബന്ധമായിട്ടും ചെയ്യാം. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് പുതിയ അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ട പുതിയ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ സെറ്റ് ഡിപ്പാർട്ട് ഓർ അറൈവ് ടൈം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലീവ് അറൈവ് എന്ന 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ലീവ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് എത്ര മണിക്കാണ് നിങ്ങൾക്ക് പുറപ്പെടേണ്ടത് അത് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 12:30 ഇവിടെ 12:30 PM സെലക്ട് ചെയ്തിട്ട് സെറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, കണ്ടോ ഇവിടെ സ്ക്രീനിൽ അത് തെളിഞ്ഞു വന്നു കഴിഞ്ഞു. വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ഡിപ്പാർട്ട് ഓർ അറൈവ് ടൈം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അറൈവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എത്ര മണിക്കാണ് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരേണ്ടത് അതിവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1:40 ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ, 1:40 PM എനിക്ക് അവിടെ എത്തിച്ചേരണം. ഇവിടെ സെറ്റ് കൊടുത്തു. കണ്ടോ, ഇത് നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇടയിൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് വേണം എന്നുണ്ടെങ്കിൽ വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് സ്റ്റോപ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ തലശ്ശേരി കാണുന്നുണ്ട്. ചൂസ് ഡെസ്റ്റിനേഷൻ എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇടയിൽ ഏതൊക്കെ സ്ഥലത്താണ് നിങ്ങൾക്ക് സ്റ്റോപ്പ് വേണ്ടത്. ഞാനിപ്പോൾ തലശ്ശേരിക്ക് ഇടയിലുള്ള ഒരു സ്ഥലം ഇവിടെ മുഴപ്പിലങ്ങാട് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാണ്. മുഴപ്പിലങ്ങാട് ഇവിടെ കാണാം. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ഇടയിലുള്ള സ്ഥലം ഇവിടെ വന്നു കഴിഞ്ഞു. ഡൺ കൊടുക്കുക. അത് ഇവിടെ നമ്മളിപ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ യാത്ര പുറപ്പെടാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പ് വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു കുഴിയിലോ അല്ലെങ്കിൽ കൊക്കയിലോ കുളത്തിലോ ഒന്നും നിങ്ങൾ ചെന്ന് ചാടുകയില്ല. അതുപോലെ തന്നെ ഇടയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് ഇതുപോലെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ സ്റ്റോപ്പിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാനും സാധിക്കും. അങ്ങനെ ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഈ പുതിയ ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.